ചേട്ടാ, പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഈ വട്ടം ഇറാൻ അതിശക്തമായാണ് യുദ്ധം അഴിച്ചുവിടുന്നത്. ഇങ്ങനെയാണെങ്കിൽ യുദ്ധത്തിന്റെ ഭാവി എന്തായിരിക്കും? യുദ്ധത്തിൻ്റെ ഭാവി അതിസങ്കീർണമായിരിക്കും. ഈ യുദ്ധം അടുത്തെങ്ങും തീരാൻ പോകുന്നില്ല. മധ്യസ്ഥ ശ്രമം എന്നത് ഇനി ഒരിക്കലും നടക്കുകയില്ല എന്ന് മാത്രമല്ല, ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ആയുസ്സിന് പോലും അല്ലെങ്കിൽ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന വിധത്തിലേക്ക്, ആ ഘട്ടത്തിലേക്ക് അതിവേഗം ഈ യുദ്ധം പോകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കാരണം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ അമേരിക്ക ഇറാനിലേക്ക് വ്യാപകമായ ആക്രമണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇസ്രായേലുമായി ചേർന്ന് അമേരിക്ക ഉണ്ടാക്കിയ ഒരു പുതിയ പദ്ധതി, എന്തോ ഒരു പദ്ധതി നടപ്പാക്കാൻ പോകുന്നുണ്ട്. ഇറാനെ പരിപൂർണമായി തകർക്കുക. അതായത് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം ഇറാനിൽ ഉണ്ടാക്കി അവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയോ, അവിടെ ഈ ഖാംനെയുടെ സംസ്കാരം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന മുഴുവൻ ഔദ്യോഗിക സേനകളും അതുപോലെ തന്നെ IRGCയും അവിടുത്തെ ഭരണ തലവന്മാരും ഒക്കെ ആ വൈകാരികമായ മൊമെൻറ്റിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് വ്യാപകമായി ഇറാനിലൊരു ആക്രമണം നടന്നാൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ഭിന്നത ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് പിടിച്ചടക്കാൻ കഴിയും, ഇറാനെ കൂടുതൽ തളർത്താൻ കഴിയും. ആ സമയത്ത് ഹോർമുസിലൊരു ബദൽ പാതയൊരുക്കാൻ കഴിയും. ഇങ്ങനെയുള്ള കുറേ പദ്ധതികൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന 6 ദിവസം നീണ്ടു നിന്ന സംസ്കാര ശുശ്രൂഷ തുടങ്ങിയപ്പോൾ തന്നെ അമേരിക്ക ഇറാൻ്റെ തീരമേഖലകൾ ആക്രമിച്ചത്. ബന്ദർ അബ്ബാസ് അടക്കമുള്ള തീരദേശങ്ങൾ ആക്രമിച്ചു. 100ഓളം സൈനികർക്ക് പരിക്കേറ്റു. 15ഓളം സൈനികർ ഇറാൻ്റെ കൊല്ലപ്പെട്ടു. അതേ സമയത്ത് തന്നെ ഹോർമുസിലെ പല വഴികളിലൂടെ, പുതിയ ഒമാൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന വഴിയിലൂടെയൊക്കെ കപ്പൽ ഗതാഗതം അതിവേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചു. പക്ഷേ ഇറാൻ ആ സമയത്ത് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുക തന്നെയായിരുന്നു. ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങ് അമേരിക്ക തടയുമെന്നും, അല്ലെങ്കിൽ ആ സമയത്ത് അമേരിക്ക ഈ പറയുന്ന വൃത്തികേടുകൾ കാണിക്കുമെന്ന് ഇറാന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇറാൻ അവിടെ ജാഗ്രതയോടെ ഇരുന്നു. അമേരിക്കയുടെ നീക്കങ്ങൾക്ക് ശക്തമായി തിരിച്ചടി കൊടുത്തു. അമേരിക്ക 80-85 കേന്ദ്രങ്ങൾ ഇറാൻ്റെ ആക്രമിച്ചു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ അമേരിക്കയുടെ 80-ലധികം കേന്ദ്രങ്ങൾ ഞങ്ങളും ആക്രമിച്ചു എന്ന് ഇറാനും പറയുകയാണ്. അപ്പോൾ നെക്ക് ടു നെക്ക് ഫൈറ്റായിട്ടാണ് കാര്യങ്ങൾ പോയത്. ഇതിനിടയിലാണ് ഇസ്രായേൽ ഇൻ്റലിജൻസ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ മുജ്തബ ഖോംനെയി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത്, നമ്മൾ പ്രതികാരം ചെയ്യും. അതായത് ആയത്തുള്ള അലി ഖാംനെയി എന്ന മുജ്തബയുടെ പിതാവ്, ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന വ്യക്തി, ഷിയ വിഭാഗങ്ങളുടെ ആത്മീയ ആചാര്യൻ, അദ്ദേഹത്തെ ചതിച്ചു കൊലപ്പെടുത്തിയ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഉന്നതരെ, ടോപ്പ് ടു ബോട്ടം, മുകൾ മുതൽ താഴെ വരെ തസ്തികകളിലുള്ള മുഴുവൻ ആളുകളെയും ഇറാൻ പിന്തുടർന്ന് വധിക്കും എന്നാണ് മുജ്തബ ഖാംനെയി പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ രാജ്യമില്ലാതായാലും ഇറാന് നേരെ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും, എന്നെ കൊന്നാലും, അതായത് മുജ്തബയെ കൊന്നാലും, ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ പകരം വീട്ടൽ നടന്നിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതോടുകൂടി അമേരിക്ക വല്ലാതെ പാനിക്കായിട്ടുണ്ട്. ട്രംപ് വിറളി പിടിച്ചിട്ടുണ്ട്. ട്രംപിന് തൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടായിട്ടുണ്ട്. അതോടുകൂടി ഇറാനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുക. കഴിഞ്ഞ 3 ദിവസമായി അമേരിക്ക നടത്തുന്ന ക്ലെയിം നോക്കുക. ആദ്യത്തെ ദിവസം ഇറാൻ്റെ 80 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് പറയുന്നു. രണ്ടാമത്തെ ദിവസം അത് 95 കേന്ദ്രങ്ങളായി. ഇന്ന് 140 മുതൽ 145 കേന്ദ്രങ്ങൾ വരെ ഇറാൻ്റെ തകർത്തു എന്നാണ് പറയുന്നത്. ആ തകർത്ത കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അവരുടെ റഡാർ സെൻറ്ററുകളാണ്. 2, മിസൈൽ കേന്ദ്രങ്ങൾ, മിസൈൽ സംഭരണ ആയുധ കേന്ദ്രങ്ങൾ, അതുപോലെ ഡ്രോൺ കേന്ദ്രങ്ങൾ, തുറമുഖ നഗരങ്ങൾ, തുറമുഖ കേന്ദ്രങ്ങളിലുള്ള തുറമുഖങ്ങളോട് ചേർന്നിട്ടുള്ള അവരുടെ ബിൽഡിങ്ങുകൾ, ആയുധപ്പുരകൾ, ലോഞ്ചിങ് പാഡുകൾ. അതായത് ഹോർമുസ് കടലിടുക്കിൽ പെട്ടെന്ന് ഇറാൻ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്താൻ സജ്ജമാക്കി വെച്ചതെല്ലാം, തീരമേഖലയോട് ചേർന്നുള്ളതെല്ലാം ഞങ്ങൾ തകർത്തു എന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്കിൽ ഒരു വലിയ പിടിച്ചെടുക്കൽ നടപടികളിലേക്ക്, അല്ലെങ്കിൽ ഇറാൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ശക്തമായൊരു ആക്രമണത്തിലേക്ക് അമേരിക്ക കടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണത്. അത് ഇറാനും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ ശക്തമായ ഭാഷയിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, ഇന്ന് 6 ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നവർ. ഒരേ സമയം, അതായത് കുവൈറ്റ്, ഖത്തർ, അതുപോലെ ജോർദാൻ, ബഹ്റൈൻ, അങ്ങനെ 6 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. അതിൽ തന്നെ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസിലേക്ക് തുടർച്ചയായ ലക്ഷ്യം വെക്കലുകൾ ഇറാൻ നടത്തും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇറാനെ സംബന്ധിച്ച് ഇനി ഒരു തരത്തിലുള്ള മര്യാദയുമില്ലാത്ത, ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവുമില്ലാത്ത അതിതീവ്രമായ ആക്രമണങ്ങളായിരിക്കും ഇറാൻ ഇനി നടത്താൻ പോവുക എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കയും അവരുടെ
നമ്പർ ഓഫ് അറ്റാക്കുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാനും അതേപോലെ തന്നെ തീവ്രതയും എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം ഒരു ഗുരുതരമായ തലത്തിലേക്ക്, കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന തലത്തിലേക്ക്, വലിയ പ്രഹരശേഷിയുള്ള തലത്തിലേക്ക് മാറുകയാണ് എന്ന് തന്നെ കരുതാം. അതോടൊപ്പം പറയേണ്ടത് ഹോർമുസിലും ഇത് പ്രകടമാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ സൈപ്രസിൻ്റെ പതാക വെച്ച് വന്നൊരു കപ്പൽ തകർത്തു എന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമേരിക്കയുടെ തന്നെ ഒരു ചരക്ക് കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായിട്ട് പോലെ ഈ റഡാറിനെക്കാട്ടിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ഓഫാക്കി ഇട്ടിട്ട് പോയ കപ്പലുകൾക്ക് വരെ ഇറാൻ തകർത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ഇറാന്റെ ചരക്കുകളിൽ ഇറാന്റെ ശേഖരണങ്ങൾ അല്ലെങ്കിൽ കപ്പലുകൾ അതുവഴി പോയിട്ടുണ്ട് എന്ന് പറയും. ഇറാൻ അത് സേഫാക്കി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് ഹോർമുസ് പൂർണ്ണമായും ആരുടെ അധീനതയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇത്രയും കാലം അതൊരു സ്വതന്ത്ര കപ്പൽപാതയായിരുന്നു. അത് പോകുന്നത് ഒമാൻ്റെയും ഇറാൻ്റെയും തീരങ്ങൾക്ക് നടുവിലൂടെയാണെങ്കിൽ പോലും അത് ആരുടെയും കൺട്രോളിലായിരുന്നില്ല. ആർക്കും പോകാവുന്ന സ്വതന്ത്ര കപ്പൽപാതയായിരുന്നു. ഈ യുദ്ധത്തോടു കൂടി ഉണ്ടായ ഏറ്റവും വലിയൊരു മാറ്റമെന്ന് പറയുന്നത് സ്വതന്ത്രമായ ലോകത്തെ 30% ചരക്ക് ഗതാഗതം നടക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ നാഡി വ്യവസ്ഥയുടെ ഭാഗമെന്ന പോലെ അവരുടെ ഏറ്റവും കൂടുതൽ അവർക്ക് വരുമാനം ലഭിക്കുന്ന ഒരു കപ്പൽ പാത, അത് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ പാത ഇറാൻ്റേതായി മാറി എന്നുള്ളതാണ്. അതാണ് യുദ്ധം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഒരു പ്രശ്നം. അത് അമേരിക്കയെ സംബന്ധിച്ചൊരു പ്രശ്നവും ഇറാനെ സംബന്ധിച്ചൊരു അനുഗ്രഹവുമാണ്. അപ്പോൾ ഇറാൻ അവിടെ പിടിമുറുക്കും എന്ന് പണ്ട് മുതലേ ഇറാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇസ്ലാമിക റിപ്പബ്ലിക് ഭരണകൂടം അധികാരത്തിലേറിയ കാലം മുതൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇറാൻ നൽകിയിരുന്നൊരു മുന്നറിയിപ്പ് ഈ ഹോർമുസ് ഞങ്ങൾ അടയ്ക്കും എന്നാണ്. പക്ഷേ അടച്ചിരുന്നില്ല. ഇതാദ്യമായിട്ടാണ് അവർ അടച്ചു നോക്കിയത്. അത് സക്സസ് ആയി. അപ്പോൾ അതോടുകൂടി അമേരിക്കയുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ. കാരണം ലോകം മുഴുവൻ അമേരിക്കയാണ് കുറ്റപ്പെടുന്നത്. വെറുതെ ഇരുന്ന് ഇറാനെ ചൊറിഞ്ഞ് നിങ്ങൾ പണി മേടിച്ചു, ലോകത്തിന് മുഴുവൻ നിങ്ങൾ പണി മേടിച്ചു, ലോകവ്യാപകമായ ഒരു പ്രശ്നമായി, ആഗോളതലത്തിൽ അത് ബാധിക്കുന്ന ഒരു വിഷയമായി മാറി. ഇപ്പോൾ ഹോർമുസ് അടച്ചപ്പോൾ ഇന്ത്യയിൽ ഗ്യാസിന്റെ വില കൂടി, ഇവിടെ പെട്രോളിന്റെ വില കൂടി, സാധനങ്ങളുടെ പോലും വില കൂടി, ഇലക്ട്രോണിക് ഐറ്റംസ് ഉൾപ്പെടെ, വാഹനങ്ങളുടെ പാർട്സ് ഉൾപ്പെടെ എല്ലാത്തിനും വില കൂടി. അപ്പോൾ അത് നമ്മളെ ബാധിക്കുന്നത്. നമ്മൾ ഇറാന്റെ സൗഹൃദ രാജ്യമായി നമുക്ക് വേറെ പല ഇളവുകളും ഇറാൻ തന്നിട്ട് പോലും നമുക്ക് ഇത്രയും പ്രശ്നമുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുടെ അവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഹോർമുസ് ആരുടെ കയ്യിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഈഗോ പ്രശ്നം. ട്രംപിനെ സംബന്ധിച്ച് താൻ കാരണം ഹോർമുസ് ഇറാൻ്റെ കയ്യിലേക്ക് പോയി എന്ന പഴി നിരന്തരമായി കേൾക്കേണ്ടി വരികയാണ്. അതായത് വെറുതെ ഇരുന്ന് ഇറാനെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് അവരുടെ കയ്യിലേക്ക് ഹോർമുസും കൊടുത്ത് വിഡ്ഢിത്തരം കാണിച്ച ട്രംപ് എന്ന നിലയിലാണ് ഇപ്പോൾ മൊത്തത്തിൽ വിലയിരുത്തൽ വരുന്നത്. അങ്ങനെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെങ്കിൽ ഈ ഹോർമുസ് ട്രംപിന് പിടിച്ചെടുക്കണം. അല്ലെങ്കിൽ ട്രംപിൻ്റെ അധീനതയിലേക്ക്, അമേരിക്കയുടെ കൈവശം അത് വരണം. മിനിമം ഗൾഫ് രാജ്യങ്ങളുടെ കൺട്രോളിലേക്കെങ്കിലും അത് വരണം. അങ്ങനെയാണ് ട്രംപ് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ തുർക്കിയിൽ അങ്കാറയിൽ നടന്ന നാറ്റോ സഖ്യത്തിൻ്റെ യോഗത്തിൽ നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ തേടിയത്. അതായത് ഹോർമുസ് കടലിടുക്കിൽ ഞങ്ങൾ വലിയ ഓപ്പറേഷൻ നടത്താൻ പോവുകയാണ്, ഞങ്ങൾക്ക് പിന്തുണ വേണം, നാറ്റോ രാജ്യങ്ങൾ എനിക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. അന്ന് 20ഓളം അമേരിക്കൻ പടക്കപ്പലുകൾ ഈ ഹോർമുസിൻ്റെ കുറേ അകലത്തുകൂടി ട്രംപ് അയച്ചു. ആ സമയത്ത് നാറ്റോ രാജ്യങ്ങൾ പറഞ്ഞു ശരി, ഞങ്ങൾ പിന്തുണയ്ക്കാം, ഞങ്ങളും വരാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇറാൻ പറഞ്ഞു വരുന്നതൊക്കെ കൊള്ളാം, വരുന്ന ഒറ്റ സൈനികനും ജീവനോടെ തിരിച്ചു പോവില്ല. പിന്നെ ആ 20 കപ്പലുകൾ ആരും കണ്ടിട്ടില്ല. അതായത് അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ, ജോർജ് ബുഷ്, പിന്നെ ജെറാൾഡ് ഫോർഡ് എന്നൊക്കെ പറയുന്ന പടുകൂറ്റൻ കപ്പലുകൾ ഇതിനു മുമ്പ് ഈ ഹോർമൂസ് പിടിക്കാൻ വേണ്ടി വരികയും ആരും കാണാതെ അടിമേടിച്ച് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഹോർമൂസിലൊരു ചർച്ച എന്നുള്ളത് പ്രായോഗികമല്ല. ഇത് സംഭവിക്കാൻ പോകുന്നത് ഹോർമൂസിൽ ഇറാൻ്റെ ഒരിക്കലും തടയാൻ കഴിയാത്ത, ആർക്കും പിടിച്ചു മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള അപ്രമാദിത്വം വരാൻ പോവുകയാണ്. ഇപ്പോൾ ഇറാൻ പറയുകയാണ് ടോൾ കൊടുത്താലേ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ടോൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇപ്പോൾ അഞ്ജന സൂചിപ്പിച്ച പോലെ തന്നെ ഇറാൻ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, മറ്റു പല രാജ്യങ്ങളുടെ കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നു. ഈ റഡാറുകൾ ഓഫ് ചെയ്തു പോകുന്ന കപ്പലുകൾ പോലും ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഒന്ന്, ഇറാൻ്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണിത്. ഇന്ന് മാത്രമല്ല ഇറാന് ചൈനയുടെ സാറ്റലൈറ്റ് സപ്പോർട്ടുണ്ട്, റഷ്യയുടെ മറ്റ് പല ഇൻ്റലിജൻസ് നെറ്റ്വർക്കും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് വാർത്തകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇറാനെ സഹായിക്കുക എന്നുള്ളത് അമേരിക്കയോടുള്ള അവരുടെ എതിർപ്പ് പ്രകടമാക്കുന്നതിൻ്റെ കൂടി ഭാഗമാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്സ് കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് കൂടി താല്പര്യമുള്ള ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് ഈ പറയുന്ന ഹോർമുസ് കടലെടുക്കുക. അപ്പോൾ അതും കൂടി അമേരിക്ക ഏറ്റെടുത്താൽ
അതല്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിലേക്ക് പോയാൽ പിന്നെ ചൈനയ്ക്ക് തങ്ങളുടെ വ്യാപാര നീക്കങ്ങൾ നടത്തണമെങ്കിൽ അമേരിക്കയോട് കെഞ്ചേണ്ടി വരും, അല്ലെങ്കിൽ അമേരിക്കയുടെ കൺസിഡറേഷൻ വേണ്ടി വരും. ഇപ്പോൾ വെനസ്വലയിൽ അമേരിക്ക ഒരു ഓപ്പറേഷൻ നടത്തി, വെനസ്വലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി, നിക്കോളാസ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം അവിടുത്തെ എണ്ണ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ട്രംപിൻ്റെ നേതൃത്വത്തിലാണ്. അതായിരുന്നു ചൈനയുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റ്. ചൈന ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങാൻ ആശ്രയിച്ചിരുന്നൊരു മാർക്കറ്റ് അതായിരുന്നു. അത് ചൈനയ്ക്ക് നഷ്ടമായി. ഒടുവിൽ അമേരിക്കയുമായി കരാറിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പം തങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഈ പറയുന്ന പശ്ചിമേഷ്യയിലൊരു ബദൽ ശക്തി എന്ന നിലയിൽ, ഒരു ശാക്തിക ചേരി എന്ന നിലയിൽ ഇറാൻ, ചൈനയും റഷ്യയൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുമാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഗൾഫിലുള്ളിടത്തോളം കാലം അവർക്കും വലിയ ഭീതിയാണെന്നേ. ഇപ്പോൾ 6 ഗൾഫ് രാജ്യങ്ങളിലേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുകയാണ് ഇറാൻ. അമേരിക്കയോടുള്ള വെല്ലുവിളിയാണ്. അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തുന്നത്, അല്ലാതെ ഗൾഫ് രാജ്യങ്ങൾ തകരണമെന്ന് ഇറാൻ പറയുന്നില്ല. പക്ഷെ അവിടെയും ഇറാൻ സ്വീകരിക്കുന്ന മറ്റൊരു നയതന്ത്രപരമായ ഇടപാടെന്ന് പറഞ്ഞാൽ സൗദിയെ ആക്രമിച്ചിട്ടില്ല, സൗദി അറേബ്യ മാറ്റി നിർത്തുകയാണ്. സൗദി അറേബ്യ ഈ അടുത്ത കാലത്ത് ഇറാന് അനുകൂലമാകുന്ന നിരത്തിൽ അമേരിക്കയ്ക്കെതിരെ ചില പ്രസ്താവനകളെല്ലാം നടത്തിയിരുന്നു. എന്ന് മാത്രമല്ല, ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം സൗദിയുമായി വ്യാപാര കരാറുകളിലടക്കം ഒപ്പുവയ്ക്കാൻ ഇറാൻ സന്നദ്ധത കാണിച്ചിരുന്നു. ഇറാനും സൗദിയും മുമ്പ് വലിയ തർക്കമുണ്ടായിരുന്ന രാജ്യങ്ങളാണ്. സൗദി അരാംകോയിലേക്ക് പണ്ട് ഹൂത്തികൾ ആക്രമണമൊക്കെ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ ചരിത്രപരമായ സംഘർഷം ഇറാനും സൗദിയും തമ്മിൽ നിലനിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ മാറി സൗദിയെ തങ്ങളുടെ കൂടെ നിർത്തുന്ന തരത്തിലേക്കുള്ള മറ്റൊരു നയതന്ത്രവും ഇറാൻ ഗൾഫ് മേഖലയിൽ പയറ്റുന്നുണ്ട്. അതായത് അമേരിക്കയുമായിട്ടുള്ള ചങ്ങാത്തം നമുക്ക് എന്തിനാണ്, നമുക്ക് സഹോദര രാജ്യങ്ങൾ ഒന്നിച്ചു പോകാം, നിങ്ങൾക്ക് വേണ്ട സുരക്ഷിതത്വവും എല്ലാ സംരക്ഷണവും നൽകാൻ ഇറാന് സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചിരുന്നാൽ നമുക്ക് സംരക്ഷിക്കപ്പെടാം, എന്തിനാണ് അമേരിക്കയെ താങ്ങുന്നത് എന്നുള്ള ചോദ്യമാണ് ഇറാൻ ചോദിക്കുക. അപ്പോൾ ഒരേ സമയം അമേരിക്കയുടെ കരുത്ത് അത് ഊതി വീർപ്പിച്ച ബലൂൺ ആണെന്നും ഇസ്രായേലിനെ ശക്തമായി ആക്രമിക്കുക തന്നെ വേണമെന്നും ഗൾഫ് രാജ്യങ്ങൾ ഒപ്പം നിൽക്കണമെന്നും ഹോർമുസ് കടലെടുക്ക് തങ്ങളുടേതാണെന്നും അടക്കം നിരവധി ആശയങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ അജണ്ടകൾ രൂക്ഷമായ യുദ്ധത്തിലൂടെ നടപ്പാക്കിയെടുക്കാനായിരിക്കും ഇനി ഇറാൻ ശ്രമിക്കുക. ഇത്രയും കാലം വെറുതെ ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചു, എന്നാൽ ശരി പ്രതികാരം ഞങ്ങൾ ചെയ്യാം എന്നതായിരുന്നു ആദ്യമെങ്കിൽ ഇപ്പോൾ കൃത്യമായ അജണ്ടയുടെ അതിലേറ്റവും പരമമായി നിൽക്കുന്നത് ട്രംപിൻ്റെ ജീവന് പോലും ഭീഷണിയാകുന്ന വിധത്തിലുള്ള മുജ്തബയുടെ പ്രതികാരം എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ അതടക്കം ഇനി അങ്ങോട്ട് കൃത്യമായ അജണ്ടകൾ വെച്ചുകൊണ്ടുള്ള യുദ്ധം തന്നെയായിരിക്കും നടക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണല്ലോ കാര്യം. വൈറ്റ് ഹൗസിലിരുന്ന ട്രംപ് ഇങ്ങനെ ട്രൂത്ത് സോഷ്യലിൽ ഓരോ പോസ്റ്റുകൾ ഇടുക, എന്നാൽ ഇപ്പുറത്ത് ഇറാൻ ചെയ്യുന്നത് വളരെ ശക്തമായ വെല്ലുവിളിയാണ്. അത് നടക്കുന്ന തരത്തിലുള്ള യുദ്ധത്തിന് തന്നെ ആഹ്വാനം നടത്തിയെന്നുള്ള രീതിയിലുള്ള വെല്ലുവിളികളാണ് പുറപ്പെടുവിക്കുന്നത്. അത് യുദ്ധം ദാണ്ട് എത്തി, അല്ലെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു നിലയിലേക്ക് തന്നെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈറ്റ് ഹൗസിലിരുന്ന് ട്രംപ് ഓരോ തരത്തിൽ വായിൽ തോന്നി വിളിച്ചു പറയും, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ട് പ്രകോപനമുണ്ടായി ഇറാൻ തിരിച്ചടിക്കുമ്പോൾ അത് കൊള്ളുന്നുണ്ട്. അതിപ്പോൾ ഗൾഫ് മേഖലയൊക്കെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികൾക്ക് പരിക്കേൽക്കുന്നു, പ്രവാസികൾ വലിയ ഭീതിയിലാണ്, അവിടുത്തെ ജനങ്ങൾക്ക് പരിക്കേൽക്കുന്നു, അങ്ങനെയുള്ള പല വാർത്തകളും വരുന്നുണ്ട്. ഇന്ന് അർദ്ധരാത്രിയും ശക്തമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28 മുതൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം പലതവണ അമേരിക്ക ഇറാൻ തീർന്നു, ഇറാൻ്റെ ശക്തി കുറഞ്ഞു, ഇറാൻ്റെ ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങൾ ഇല്ലാതായി, ഇറാൻ്റെ ആയുധശേഷി ഇല്ലാതായി, റോക്കറ്റുകൾ കാണാതായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഇറാൻ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അമേരിക്ക ഞങ്ങൾ ജയിച്ചേ എന്ന് ക്ലെയിം ചെയ്യുമ്പോൾ ഇറാൻ പ്രവൃത്തിയിലൂടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു ജയവും ഇല്ല, ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് യുദ്ധത്തിൻ്റെ കൺട്രോൾ എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അത് ഓരോ ദിവസവും യുദ്ധം മുറുകും തോറും അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. ഞാൻ പറയട്ടെ, ഫിസിക്കലി ഡാമേജ് ഇറാനും ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കപ്പെടുന്നുണ്ട്, അതിലൊന്നും ഒരു സംശയമില്ല. ഇറാൻ ആക്രമണം ഏൽക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചടിയുണ്ട്, അതിനേക്കാൾ ഭയാനകമായ നാശനഷ്ടങ്ങൾ ഇറാൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇതൊരു ഘട്ടം കഴിയുമ്പോൾ ഇസ്രായേലും കൂടി യുദ്ധത്തിൻ്റെ ഭാഗമാകും. അധികം വൈകാതെ ഒരു പക്ഷേ ഇന്ന് രാത്രി തന്നെ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ അത് ബഹുമുഖ യുദ്ധമായിട്ട് അതിതീവ്രമായിട്ട് ഇസ്രായേലിൽ ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് വ്യാപിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.